പരിശുദ്ധ ഖുർആനിൽ 114 ബിസ്മിയുണ്ട്. സൂറത്തുൽ തൗബയിൽ ബിസ്മി ഇല്ലെങ്കിലും സൂറത്തുൽ നംലിൽ 2 ബിസ്മി ഉള്ളത് കൊണ്ട് 114 ബിസ്മി പൂർണ്ണമായും ഖുർആനിൽ കാണാം. ഏതൊരു നല്ല കാര്യത്തിലും നാം ബിസ്മി കൊണ്ട് തുടങ്ങും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലു അംറിൻ ദീ ബാലിൻ ലം യുബ്ദഅ ബിസ്മില്ലാഹി അബ്തറു. ഏതൊരു നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങിയില്ലെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവുകയില്ല, ബറക്കത്ത് കുറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഏത് നല്ല കാര്യമാവട്ടെ, ഖുർആൻ ഓതുന്നത് മാത്രമല്ല, നാം പഠിക്കാൻ തുടങ്ങുന്നു, അതുപോലെ വീട്ടിലേക്ക് കടക്കുമ്പോൾ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, ബാത്റൂമിലേക്ക് പോകുമ്പോൾ, അതുപോലെ യാത്ര പുറപ്പെടുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ഏതൊരു നല്ല കാര്യം, ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ, നല്ല കാര്യമൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ എല്ലാം ബിസ്മി കൊണ്ട് തുടങ്ങണം. അതിൽ ബറക്കത്തുണ്ടാകും. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി ജനങ്ങളോട് കയറാൻ വേണ്ടി പറഞ്ഞു. وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم. നിങ്ങൾ കയറുക, ഈ കപ്പൽ ഓടുന്നതും ചലിക്കുന്നതും നിൽക്കുന്നതും അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ്. ബിസ്മി കൊണ്ട് ഈ കപ്പൽ ചലിക്കും, ബിസ്മി കൊണ്ട് അത് അടങ്ങുകയും ചെയ്യും. അങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം ബിൽഖിസ് രാജ്ഞിയിലേക്ക് കത്തയച്ചു. അവിടെയും എഴുതിയതാണ്, ഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് സുലൈമാൻ അലൈഹിസ്സലാം. അതുപോലെ ഇത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് എന്ന് ബിസ്മി എഴുതി കത്തയച്ചു. ഈ ബിസ്മിയിൽ 19 അക്ഷരങ്ങളുണ്ട്. നരകത്തിന്റെ വിഷയം പറയുന്ന സ്ഥലത്തിൽ ഖുർആൻ പറയുന്ന അലൈഹ 19, അവിടെ 19 മലക്കുകളുണ്ട്. നരകത്തിനെ വഹിക്കുന്ന 19 മലക്കുകളുണ്ടെന്ന് ഖുർആനിൽ കാണാം. എന്നാൽ മഹാന്മാർ പഠിപ്പിക്കുന്നു, ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ അവന്റെ ബിസ്മിയുടെ 19 അക്ഷരങ്ങൾ ആ നരകത്തിന്റെ സബാനിയായ 19 മലക്കുകളെ തൊട്ട് കാവലാകുന്നതാണ്. പിന്നെ അവർക്ക് ഓരോ അക്ഷരങ്ങളും അവിടെ നരകത്തിലേക്ക് പോകുന്നത് തൊട്ട് തടയുമെന്ന് മഹാത്മാർ പഠിപ്പിക്കുന്നു. ബിസ്മി എന്നുള്ളത് നമുക്ക് കാവലാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഖാല ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 മർറാത്തിൻ ലം തുസിബഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ വമൻ ഖാല ഹീന യുസ്ബിഹു 3 മർറാത്തിൻ ലം തുസിബഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുംസിയ. നാം ഹദ്ദാദ റാത്തിയിൽ പറയുന്ന ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മാ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഭൂമിയിലോ ആകാശത്തിലോ ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടാക്കുകയില്ല. അവൻ സമീഉ, കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ലിക്ക് ഒരാൾ 3 പ്രാവശ്യം പറഞ്ഞാൽ രാത്രി അഥവാ വൈകുന്നേരം അവൻ 3 പ്രാവശ്യം പറഞ്ഞാൽ സുബഹി വരെ പെടുന്നതിനായി വരുന്ന ഒരു മുസീബത്തോ ബലാഹോ അവനിക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ സുബഹി നേരത്തിൽ ഈ ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാൽ വൈകുന്നേരം വരെ
അവനിക്ക് ഒരു മുസീബത്തും ആപത്തും ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അബാൻ ഇബ്നു ഉസ്മാൻ എന്നവർ. അങ്ങനെ അവർക്ക് ഒരു ദിവസം എന്തായി, ഒരു മുസീബത്ത് ഉണ്ടായി. അപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ നോക്കി, നിങ്ങളല്ലേ ഈ ഹദീസ് പഠിപ്പിച്ചത്, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചു? അപ്പൊ അദ്ദേഹം പറയുന്നു, എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, പക്ഷേ ഉസ്മാൻ അല്ലാഹു അളവ് പറഞ്ഞതല്ല. വലാ കദബ ഉസ്മാൻ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് പറഞ്ഞതാണ്. എന്നാൽ ഉസ്മാൻ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറഞ്ഞതല്ല. പക്ഷേ വലാകിന്നൽ യൗമല്ലദി അസ്വാബനി ഫീഹി മാ അസ്വാബനി വളമിതു ഫനസീതു അൻ അഖൂലഹാ. ഈ ദിവസം ഞാൻ പറയാൻ മറന്നുപോയതാണ്, അതുകൊണ്ട് എനിക്ക് മുസീബത്ത് എത്തി. അതുകൊണ്ട് ഇവിടെ ഈ ഹദീസ് കളവല്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ ദിക്ർ ഒരാൾ രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം പറഞ്ഞാൽ അവനിക്ക് ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല. ഇങ്ങോട്ടു മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ശത്രുക്കൾ കോട്ടയിൽ ഒരുമിച്ച് കൂട്ടി അവിടുന്ന് പറഞ്ഞു, നിന്റെ മതം സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് തെളിവെന്ന് കാണിക്കുക. അപ്പോൾ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ മനുഷ്യനെ കൊല്ലുന്ന വിഷം കൊണ്ടുവരിക. അങ്ങനെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിലേക്ക് അവർ വിഷം കൊടുത്തു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷത്തിനെ കുടിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അങ്ങനെ ആ വിഭാഗത്തിന്റെ എല്ലാ ജനങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കണ്ടിട്ട്, അതുകൊണ്ട് മഹാന്മാർക്ക് ആ ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ പേരിന്റെ ആ മഹത്വം മനസ്സിലാക്കി ചൊല്ലിയപ്പോൾ അതിൽ ഒരു ബുദ്ധിമുട്ടും വിഷം പോലും തീണ്ടുകയില്ല. ഇതൊരു മഹാനായ ഉസ്മാൻ ഇബ്നു അബീൽ ആസ് സഖഫി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹം ഇസ്ലാം ആയതിനു ശേഷം ശരീരത്തിൽ ഒരു വേദന അനുഭവിച്ചു. അങ്ങനെ നബി തങ്ങളോട് സങ്കടം പറഞ്ഞു, എനിക്ക് ഇസ്ലാം ആയത് മുതൽ എന്റെ ശരീരത്തിൽ ഒരു വേദന അനുഭവിക്കുന്നു. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, നിന്റെ ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ നീ കൈവെക്കുക. എന്നിട്ട് 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുക. വേദനയുള്ള സ്ഥലത്തിൽ കൈവച്ചുകൊണ്ട് 3 പ്രാവശ്യം ബിസ്മില്ല എന്ന് പറഞ്ഞതിന് ശേഷം നീ ഇങ്ങനെ പറയണം, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു ഹാദിർ. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു ഹാദിർ എന്ന് 7 പ്രാവശ്യം പറയണം. എന്നാൽ നിനക്ക് ഒരു വേദനയും ശരീരത്തിന് അനുഭവിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബിസ്മി 3 പ്രാവശ്യം, അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു ഹാദിർ എന്ന് ആ വേദനയുള്ള സ്ഥലത്തിൽ കൈവച്ച് പറഞ്ഞാൽ മതി. ഇനി عن علي بن ابي طالب رضي الله عنه ان رسول الله صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സത്റു മാ ബൈന അമീരിൽ ജിന്നി വഔറാത്തി ബനി ആദമ ഇദാ ദഖല അഹദുകുമുൽ ഖലാഅ യഖൂല ബിസ്മില്ലാഹ്. നാം ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഔറത്തിന്റെയും ശൈത്താനിന്റെയും ഇടയിൽ മറയുന്ന വസ്തു എന്താണ്? അത് ബിസ്മില്ലാഹ്. അതുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം ബിസ്മില്ലാഹി എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയേണ്ടത്. അതുകൊണ്ട് ശൈത്താൻ നമ്മുടെ ഔറത്തിലേക്ക് നോക്കാതിരിക്കാനുള്ള ദിക്റാണ് ബിസ്മില്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഒരിക്കൽ കൈസർ രാജാവ്, റോമിന്റെ വലിയ രാജാവാണ് കൈസർ രാജാവ്. അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തയച്ചു. എന്താണ്? എനിക്ക് അന്നബി സുദാഅൻ ലാ യസ്കുറു
എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന അനുഭവിക്കുന്നു, അതുകൊണ്ട് ഒരു മരുന്ന് നിങ്ങൾ അയച്ചു തരണം, തലവേദനയ്ക്ക് ഒരു മരുന്ന് അയക്കണമെന്ന് ഉമർ റളിയല്ലാഹുവിലേക്ക് കത്തയച്ചപ്പോൾ അവിടുന്ന് ഉമർ റളിയല്ലാഹു എന്ത് ചെയ്തു? ഒരു കലംസവർ, ഒരു തൊപ്പി അയച്ചു. യുദ്ധത്തിലെല്ലാം ധരിക്കുന്നത് പോലത്തെ ഒരു നല്ലൊരു ക്യാപ്പ് എന്താക്കി കൈസർ രാജാവിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ കൈസർ രാജാവ് ഈ തൊപ്പിയെടുത്ത് തലയിൽ വെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തലവേദന മാറിപ്പോയി, തലവേദനയില്ല. അങ്ങനെ ഈ തൊപ്പിയെടുത്ത് താഴെ വെച്ചുകൊണ്ടാണ് പിന്നെയും തലവേദന അനുഭവിക്കും. അദ്ദേഹത്തിന് സംശയമായി, എന്താണ് ഇങ്ങനത്തെ ഒരു തൊപ്പി? അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കടലാസ് ഉണ്ടായിരുന്നു. തൊപ്പിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ബിസ്മില്ല കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലവേദന ശമനമുണ്ടായത്. അതുകൊണ്ട് ബിസ്മി കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ ഉണ്ട്. അതുപോലെ ബിസ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ റഫഅ ഖാസൻ മിനൽ അർദി ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇജ്ലാലൻ ലഹു തആല കുതുബ ലഹു ഇൻദല്ലാഹി മിനസ് സിദ്ദീഖീന വഖുഫിഫ അൻ വാലിദൈഹി വഇൻ കാന മുശ്രിക്കൈൻ. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ കടലാസ് ഉയർന്ന സ്ഥലത്തിൽ വെച്ചാൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അല്ലാഹു തആല സിദ്ദീഖീങ്ങളുടെ സ്ഥാനത്തിലേക്ക് ഉയർത്തുന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ശിക്ഷയെ ലഘൂകരിച്ചു കൊടുക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഒരിക്കൽ ജനങ്ങൾ ചവിട്ടുന്ന സ്ഥലത്തിൽ അള്ളാഹുവിന്റെ പേര് എഴുതിയത് കണ്ടപ്പോൾ അതിനെ ഒരു സെറ്റ് അതിലേക്ക് ഇട്ടുകൊണ്ട് ഉയർന്ന സ്ഥലത്തിൽ വെച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ എന്റെ പേരെ ബഹുമാനിച്ചതുകൊണ്ട് നിങ്ങളെയും ഞാൻ ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്തുകയും ചെയ്തു. അള്ളാഹുവിന്റെ അസ്മാഉകൾ ബഹുമാനിക്കാനും ബിസ്മി കൊണ്ട് ബറക്കത്തെടുക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ അല്ലാഹ്, ഈ ബദരീകൾക്കുള്ള ആനന്ദ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കണം റഹ്മാൻ.